പടച്ചോനെ. ഹലോ ഹായ്, എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഞാൻ രാവിലെ ഓഫീസിലെത്താം. അപ്പോൾ ഇന്ന് തക്കടും കൂടെ ഉണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്കൊരു ഹൗസ് വാമിങ്ങിൻ്റെ ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം. അങ്ങനെ ഞാൻ തക്കടുവിനെയും കൂടെ കൊണ്ടുവന്നു. തക്കടു എന്ത് ഒരു ഗൗരവം തക്കടുവിന്. മിഠായി കഴിക്കാത്തോണ്ടാ? ഇതാരാ തന്നേ? ചാച്ചിയാ? ചേച്ചി തന്നതാണ്? ചേച്ചി എന്താ പറഞ്ഞേ? ഓഹോ, വാപ്പിച്ച് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മിഠായി തന്ന ഇതുപോലത്തെ മിഠായി വേറെ മേടിച്ചു തരാ പറഞ്ഞ. പിന്നെ നിന്നെ കണ്ടിട്ട് അവരൊക്കെ എന്ത് പറഞ്ഞു? നീ വലുതായി പറഞ്ഞ? നീ വലുതായി, വലിയ കുട്ടായില്ലേ, സ്കൂളിൽ പോകാനായില്ലേ തക്കടു? എന്ത് ചെയ്യണം അറിയാതെ തക്കടു താണ്ട് ടേബിളിൻ്റെ അടിയിൽ കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് ചെക്ക് ചെയ്യുന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അങ്ങോട്ട് പോകാനായിട്ട് തക്കടുവിനെയും കൂടെ ഞാൻ കൊണ്ടുവന്ന്. അപ്പോൾ താണ്ട് എവിടെ എത്തി, ഇവിടെ കിടന്ന് കുരുത്തക്കടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ ഒതുക്കി വെച്ചതൊക്കെ ചപ്പറ തലയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്ത് ഇച്ചിരി കരിയൊക്കെ എഴുതി കൊടുത്ത് ഒന്ന് ഒരുക്കി കൊടുക്കുകയാണ്. മൂത്ത മക്കളെയൊന്നും കൊണ്ടുവന്നില്ല, അവരൊക്കെ മദ്രസയിൽ പോയിരിക്കുകയായിരുന്നു ഞാൻ ഇറങ്ങാൻ നേരത്ത്. പിന്നെ മദ്രസയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നേരം ആവുമല്ലോ. അങ്ങനെ ഞാൻ തക്കടൂനെയും കൊണ്ട് വന്നതാണ്. അപ്പോൾ താണ്ട് പാല് കാച്ചി വീടാണ് ഉണ്ടായി കാണുന്നതാണ്. അങ്ങനെ ഞാനും തക്കടും കൂടെ പോയി ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ നല്ല തിരക്കുണ്ട്, ഊണിൻ്റെ ടൈമാണ്, എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. തക്കടുവിൻ്റെ മുടി ഇരിക്കുന്നതൊക്കെ കോഴി വെള്ളത്തിൽ പെട്ട കണക്കിരിക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ തക്കടു ഒരു ചിരി വരുന്നു കേട്ടോ. വെറുതെയെങ്കിലും കരയും, വാശിയും നിർബന്ധമാണ്. അങ്ങനെ അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ കൊടുത്തപ്പം ആ കാലി കുപ്പി വരെ തക്കടു കയ്യിലെടുത്തിട്ടുണ്ട് കളിക്കാനെന്നും പറഞ്ഞ്.